സംഭവം ഈസിയാണോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രെഡ് വീട്ടിലുണ്ടെങ്കിൽ ഇന്നത്തെ ഇഫ്താറിന് തന്നെ ആയിക്കോട്ടെ. സേവ് ചെയ്ത് വെച്ചേട്ടോ, ആ സമയത്ത് ഉണ്ടാക്കി നോക്കാനേ. അപ്പോൾ ഇത് ഞാൻ ബ്രെഡ് ഇതേപോലെ കോണാകൃതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബ്രെഡിൻ്റെ രണ്ട് ഭാഗം ഒന്ന് കളഞ്ഞാൽ ഇതേപോലെ കിട്ടും. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഉപ്പും കുരുമുളകും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. വിശക്കണം വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കിത്താന്ന് പറയുന്ന സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി. ഇത് മൂന്നും കുറച്ച് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടിട്ടും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് പിച്ചെടുത്താട്ടോ. ചിക്കൻ ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ, അത് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പാന് ചൂടായതിനു ശേഷം ഇതേ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ മെൽറ്റായതിനു ശേഷം നമുക്കിത് ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ വെച്ച് കൊടുത്തല്ലോ അതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റൗ ഹൈ ഫ്ലെയിമിലാക്കി വെക്കരുത്, ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെന്താ, നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് വരുന്ന രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. മുട്ട മുക്കാലും വെന്തതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടൊമാറ്റോ കെച്ചപ്പിൽ ഒറിഗാനോ ആഡ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി എന്താ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം ഓരോ ലെയറായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. ആദ്യം ഞാനിതേ ഉള്ളി ഇട്ട് കൊടുത്തു, പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു, പിന്നെ ക്യാപ്സിക്കം, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പിച്ചി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഞാനിത് മൊസറല്ല ചീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഈ ചീസ് ഒന്ന് മെൽറ്റായി വരുന്ന ടൈം വരെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം അടിപൊളിയാട്ടോ, രക്ഷയില്ല. എന്തായാലും ട്രൈ ആക്കിക്കോ, വീഡിയോ സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. ചിക്കൻ ഇല്ല, വെജിറ്റബിൾ ഓൺലി ആണെങ്കിൽ പെട്ടെന്ന് ചെടപെടാറിന് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യലാണ് ഇതിലൊരു പണിയായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോ, ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.